ഇന്ന് നമ്മൾക്കൊരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കിയാലോ? ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു വെറൈറ്റി ആയിട്ട് ടേസ്റ്റിയുമായിട്ടുള്ള വായിൽ വെള്ളമൂറുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ? കുട്ടികൾക്കും വലിയ ആൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും ഇത്. ഇതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് ഉരുളക്കിഴങ്ങാണ്. ഇത് നമ്മൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്ത ശേഷം അത് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി അതിൻ്റെ സ്റ്റാർച്ചൊക്കെ നീക്കി പിഴിഞ്ഞെടുക്കുക. അതിലേക്ക് നമ്മൾക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു സവാള, കുറച്ച് കറിവേപ്പില അല്ല കേട്ടോ, മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. കറിവേപ്പില വേണ്ടവർക്ക് കറിവേപ്പിലയും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾക്ക് മൈദ, ഞാനിതിൽ 2 സ്പൂൺ മൈദയും 2 സ്പൂൺ അരിപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ചതച്ച മുളകാണ് ചേർത്തേക്കുന്നത്. ഇത് ആവശ്യത്തിന് നമുക്ക് എരിവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇതിൽ ഒരു തുള്ളി വെള്ളം നമ്മൾ ചേർക്കരുത് കേട്ടോ. കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങിലുള്ള വെള്ളം ഇറങ്ങി വരുന്ന അത് നനഞ്ഞ് നമുക്കിതുപോലെ എടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് വെള്ളം ഒഴിച്ചാൽ ഒരുപാട് ലൂസായി പോവും. ഇതുപോലെ നമുക്ക് ബോൾസായിട്ട് എടുത്ത് ഇത് ഉണ്ടാക്കുന്നത് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ പാനിൽ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ നമ്മൾ വേവിച്ചെടുക്കണം. ഇതാകുമ്പോൾ ഒത്തിരി എണ്ണ ആവശ്യമില്ല. നമ്മൾക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾക്കൊന്ന് മറിച്ചും തിരിച്ചും ഇട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം. ഇതിൽ നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് പുറം നല്ലതുപോലെ ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ള് നല്ല സോഫ്റ്റുമായിരിക്കും. നല്ല ടേസ്റ്റാണിത്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നാലും നമ്മൾക്ക് ഇത് കുറച്ചുകൂടി ടേസ്റ്റിയാക്കാം. അതിനായിട്ട് നമ്മൾക്ക് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം വെളുത്തുള്ളി ഇട്ട് ഒന്ന് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ എണ്ണയിലേക്ക് ഒന്ന് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും സവാള ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതൊന്ന് സെപ്പറേറ്റ് ആക്കി ഇതുപോലെ ഒന്ന് എടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം നമുക്ക് പല കളറിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ ഗ്രീനാണ് ഉപയോഗിക്കുന്നത്, റെഡ് ആയിട്ടുള്ളത്. ഇത് ടൊമാറ്റോസാണ്. ടൊമാറ്റോസൊക്കെ പെട്ടെന്ന് വഴന്ന് വരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തീ കൂട്ടിയിട്ട് ഇതൊന്ന് ഒത്തിരി വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് ഹാഫ് കുക്ക്ഡ് ആവുന്നതാണ് കഴിക്കാൻ ടേസ്റ്റ്. ഇനി നമ്മൾക്ക് അതിലേക്ക് ടൊമാറ്റോ സോസ്, സോയാ സോസ്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ചില്ലി സോസും കൂടി ചെയ്യാവുന്നതാണ്. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ള ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി നേരം ഇട്ട് വഴറ്റരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾക്ക് പെട്ടെന്ന് ഇത് വഴറ്റിയെടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് നമ്മൾക്ക് ഇളക്കി യോജിപ്പിച്ച് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി നമ്മൾക്ക് ചേർക്കാവുന്നതാണ്. സോയ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇത് കുറച്ചുകൂടി ടേസ്റ്റിയാക്കാൻ നമ്മൾക്ക് മല്ലിയില ആഡ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ബോൾസ് മാത്രമാണ് കുറച്ച് സമയം എടുക്കുന്നത്. എന്നാലും പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് ഇതുപോലുള്ള വെറൈറ്റി ഡിഷസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.